വാ വാ ജോണി ചേട്ടാ വാ ഇരിക്കേ. ആഹാ, ഇത് ഒരുപാടുണ്ടല്ലോ അച്ഛാ. ഒരു നേരം കഴിക്കാനുള്ളതാണോ ഇത്രയും ഗുളികൾ? ജോണി ചേട്ടാ, എൻ്റെ ഈ തടി എത്ര പേർക്ക് അവകാശപ്പെട്ടാണെന്ന് അറിയാമോ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, BP ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. അവർക്കൊക്കെ വിധിച്ചു കൊടുക്കാനുള്ളതാണ് ഇത്. ഒരു പ്രാവശ്യം ഇവരെന്നെ ചുമരി കയറ്റാൻ നോക്കിയതാണ്. പടമായനെ. ഒരു അറ്റാക്ക് വന്ന് 10-15 ദിവസം വെന്റിലേറ്ററിൽ കിടന്നവനാണ് ഞാൻ. കർത്താവ് തീരുമാനിക്കാതെ ഒന്നും നടക്കത്തില്ലല്ലോ. അത് ശരിയാണ് അച്ചോ. കർത്താവ് എല്ലാവർക്കും ഇങ്ങോട്ട് വരാനും പോകാനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അച്ചോ. ഞാൻ വരാൻ പറഞ്ഞത് കഴിഞ്ഞ പെരുന്നാളിന് സ്റ്റാൾ കെട്ടിയ ഒരു ലിസ്റ്റൊന്നും അവിടെ കാണുന്നില്ല. അതൊന്ന് തിരഞ്ഞ് റെഡിയാക്കി വെക്കണം. പിന്നെ ഉച്ച കഴിഞ്ഞ് ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് പോയി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അവന്മാർക്ക് തോന്നിയ പോലെ സ്റ്റാൾ പണിതിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. പൊളിക്കാനും പണിയാനൊന്നും പിന്നെ ഒക്കത്തില്ല. ഓ ശരി അച്ചോ, അത് ഞാൻ നോക്കിക്കോളാം. ജോണിച്ചേട്ടന് 2 പിള്ളേരുണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ, അവരെ പള്ളിയിലൊന്നും കാണാറില്ലല്ലോ. അവരിവിടെ ഇല്ലേ? ഉണ്ടച്ചോ. മൂത്തവൾ ഡിഗ്രിക്ക് പഠിക്കുക, അവസാന വർഷമാണ്. അവൾ രാവിലെ പോയാൽ വൈകിട്ടാണ് വരുന്നത്. ഓ, ഞായറാഴ്ച എന്തൊക്കെയോ പഠിക്കാനെന്ന് പറഞ്ഞ് പോകുന്നെന്നാ പെമ്പറുന്നോത്തി എന്നോട് പറഞ്ഞത്. രാവിലെ ഞാനിങ്ങ് പോന്നാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. എന്നാൽ ശരി, ജോണിച്ചേട്ടൻ പൊക്കോ. ഓ ശരി അച്ചോ.